അപ്പോൾ നമ്മളവിടെ എത്തിക്കഴിയുമ്പം ഈ ടൂള് നമുക്ക് ചെറിയ തടസ്സമാണ്. ആ ടൂള് വളരെ പൊട്ടൻ്റായിട്ട് അവിടെ ഇരിക്കും. അത് ആ ടൂളെന്ന് പറഞ്ഞാൽ അതൊരു താട്ടാണ്. അപ്പോൾ താട്ട് കിടക്കുകയാണെങ്കിൽ അത് പിന്നെ പുറത്ത് താട്ടിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നല്ല ഇൻറ്റഗ്രേറ്റഡ് സ്റ്റേറ്റാണ്. പക്ഷേ ഒരു സാധനം അവിടെ ആക്റ്റീവായി കിടക്കും. ആ സാധനം ആക്റ്റീവായി കിടക്കുന്നിടത്തോളം അതിൻ്റെ താഴോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ആ വെള്ളത്തിൽ നിന്ന് താഴോട്ട് പോകില്ല. അതിൻ്റെ താഴോട്ട് ഡീപ്പർ തലത്തിലേക്ക് പോകത്തില്ല. പക്ഷേ അത് വലിയ സ്റ്റേറ്റാണ്. അപ്പോൾ അതിനകത്തൊരു സീഡ് ഫുൾ സമാധി എന്നാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന സീഡുണ്ട്. മന്ത്രമായിരിക്കും, ഐഡിയ ആയിരിക്കും, ക്വസ്റ്റ്യൻ ആയിരിക്കും, സമാധിക്ക് വേണ്ടിയിട്ടത്. അത് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല പോയറ്റാണ്. കാരണം വേറെ ഒന്നുമില്ല. മനസ്സിൽ അതുകൊണ്ടാണ് എല്ലാം പോയി. ഡാൻസും അല്ലെങ്കിൽ പെർഫോമൻസും അല്ലെങ്കിൽ ആർട്ടൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അതല്ലേ സമയം എന്ന് പറയുന്നത്. അതിലോട്ട് ഏതാവട്ടെ ടൂൾ എന്തായിരുന്നാലും അതിലോട്ട് നമ്മൾ അതങ്ങനെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നു, അതായി മാറുന്നു. അതിനുശേഷം അതായി അത് വിറ്റ്നസ് ചെയ്ത് അതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അത് ഡ്രോപ്പായി. അതായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ബീജമുള്ളത്. നമ്മൾ ഇട്ടിരിക്കുന്ന സാധനമാണ് അവിടെ കിടക്കുക. പക്ഷെ നമ്മൾ ബാക്കിയുള്ളതിൽ നിന്ന് വളരെ ഡീപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഇൻ്റഗ്രേഷനിലാണ്. പക്ഷെ അവിടെ ഒരു സാധനം പൊട്ടൻ്റായി കിടക്കുന്നു. അപ്പോൾ അത് മൈൻഡാണ്. മൈൻഡ് കാണുന്ന സാധനം എന്ന് പറയുന്നത് മൈൻഡ് അവിടെ പൊട്ടൻ്റായി എന്നാണ് കാണിക്കുന്നത്. നല്ല സ്റ്റേറ്റാണ്. പക്ഷേ അതുകൊണ്ട് ഇതിനാണ് സബീജ സമാധി. ഒരു സ്റ്റോറി ഉണ്ട്, നല്ല രസകരമായ സ്റ്റോറി. ഒരു സന്യാസി അങ്ങനെ കഥയാണ്. ഒരു സന്യാസി ഇങ്ങനെ വാണ്ടർ മോൺക്കാണ്. നല്ല അവസ്ഥയുള്ള ആളാണ്. അങ്ങനെ സഞ്ചരിച്ചതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ കയറി ചെന്നു. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്. കഥയാണ്. എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം. എവിടെ ചെന്നാലും എല്ലാവരും മോഹമായിട്ട് വലിയ ബഹുമാനിച്ച് വലിയ കാലമൊക്കെ കഴിയും. അങ്ങനത്തെ വലിയ ആളാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിലൊരു അമ്മച്ചി മാത്രമേ ഉള്ളൂ. അവർക്കറിയാം ഇദ്ദേഹത്തിന്. അപ്പോൾ അവർ വലിയ സന്തോഷമായിട്ട് വന്ന് പാദമെല്ലാം കഴുകി അദ്ദേഹത്തിന് വരാന്തയിൽ കയറ്റി ഇരുത്തി. അമ്മച്ചി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വിശപ്പുണ്ടായിരുന്നു. ഇവർ ചോദിച്ചു, ഭക്ഷണം വല്ലതും കാലം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്നാണ്. അവർ പറഞ്ഞു നല്ല മുരിങ്ങയില കറി, മുരിങ്ങയില തോരൻ. അപ്പം ഏതോ നമ്മളിവിടെ കൊല്ലം ജില്ലയോ കൊട്ടാരക്കരയോ തിരുവനന്തപുരം വല്ലതായിരിക്കും. മുരിങ്ങയില തോരൻ വെച്ചിട്ട് കറി നല്ല കറി വയ്ക്കാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതേ അവിടെ ഇരുന്ന് പിന്നെ ചുമ്മാ ഇരിക്കുകയല്ലേ. അമ്മച്ചി ഭക്ഷണമൊക്കെ അകത്തുണ്ടാക്കുന്നു. ഇത് അവിടെ ഇരുന്ന് അങ്ങ് ഇൻ്റഗ്രേറ്ററായി. ഇവരിപ്പോൾ എപ്പോഴും ഇൻ്റഗ്രേറ്റർ ആകാൻ പറ്റും. അങ്ങനെ കണ്ണടച്ച് എങ്ങനെ എനിക്ക് അമ്മച്ചി എല്ലാം ഭക്ഷണം ഉണ്ടാക്കി എല്ലാം വിളമ്പി വരുത്തി വെച്ചിട്ട് ഇദ്ദേഹത്തിന് അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹം സമാധി സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. വിളിച്ചില്ല. അപ്പം അടുത്ത ദിവസവും ഇങ്ങനെ അങ്ങനെ ഇരിക്കുക. അടുത്ത ദിവസവും അമ്മച്ചി നോക്കിയിട്ടില്ല. അന്നും അവരുണ്ടാക്കി വെച്ചു. കാരണം സ്വാമിയല്ലേ, പറഞ്ഞു പോയില്ലേ, അന്നും ഉണ്ടാക്കി വെച്ചു. അന്നും അദ്ദേഹം ഉണർന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും അമ്മച്ചി മുരിങ്ങയില തോരൻ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ കാത്തിരുന്നു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് പോയി. അമ്മച്ചി ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവസാനം അമ്മച്ചി മരിച്ചു. സ്വാമി അവിടെ തന്നെ അപ്പോഴും ഇരിപ്പുണ്ട്. വർഷങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം വന്നത്. വെള്ളപ്പൊക്കം വന്നിട്ട് മണ്ണും ചെടിയും എല്ലാം കൂടെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് സെഡിമെൻ്റായി. ഇദ്ദേഹം ഇരുന്ന വീടും അതെല്ലാം കൂടെ ചെളി കയറി ഇങ്ങനെ അതിനകത്തായി. നമ്മൾ അത് മാസമൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലമായി മാറി. സ്വാമി അവിടെ ഉണ്ട്.
അങ്ങനെ ചെളിയുടെ അടിയിലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ആരോ വന്നിട്ട് അവിടെ വെട്ടിക്കളച്ച് വീണ്ടും ഒരു സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാൻ വെട്ടിക്കളയ്ക്കാൻ വന്നു. വെട്ടിയപ്പോൾ ഈ മൺവെട്ടി വീഴുന്നത് ഒരു കല്ലുപോലെ അല്ല, പക്ഷേ എന്നാൽ ഒരു ഹാർഡ് സർഫസിൽ ഇങ്ങനെ വീഴും. അപ്പോൾ അത് ഉണ്ടാകുന്ന സംശയം വന്നു എന്താ സംഭവം. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് വന്ന് പതുക്കെ ചെളിയെല്ലാം മാറ്റി നോക്കിയപ്പോൾ അവിടെ ഒരാളിരിക്കുക. അപ്പം എല്ലാം വകന്ന് മാറ്റി കഴിഞ്ഞു. ഇങ്ങനെ അവിടെ നിന്ന് എണ്ണീറ്റു. എണ്ണീറ്റ് ആദ്യം ചോദിച്ചത് മുരിങ്ങയില തോരൻ റെഡിയായോ. ഇതാണ് സബീച്ച സമാധിയുടെ കഥ. അതൊന്നും വിചാരിക്കുകയല്ല, ആ ബീജം അവിടെ കിടപ്പുണ്ട്. അത് പിന്നെ വെളിയിൽ വരുമ്പോൾ അത് വരും. ഇതാണ് സബീച്ച സമാധിയുടെ കഥ. അല്ല, ഇത് പോസിബിൾ ആണെങ്കിൽ ഹിമാലയത്തിലെ മറ്റു സ്വാമിമാരൊക്കെ 400 വർഷം 500 വർഷം ഇരുന്നെന്ന് പറയുന്നതൊക്കെ പോസിബിൾ അല്ലേ? അല്ല എന്നാലും ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഇല്ലാതെ ഒരു കഥ വരത്തില്ല. ഇതൊരു കഥയാണ്. നമ്മളൊരു മന്ത്രത്തിലാണ് ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിലേ നമ്മൾ ആ മന്ത്രം ചൊല്ലിട്ട് അതിനെ മാത്രം അല്ലാതെ അതിനെ ഇമാജിൻ ചെയ്യണ്ടല്ലോ. അത് പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം മന്ത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം മന്ത്രം എന്ന് പറയുന്ന അത് ജപ യോഗം എന്ന് പറയുന്നതിൻ്റെ സ്കൂളിലാണ് വരുന്നത്. അപ്പോൾ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് ജപം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് പറയുന്നില്ല, നമ്മൾ ചൂണ്ടിറങ്ങി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിൽ പറയും. മനോജപം മനസ്സിലാണ് പിന്നെ ജപം പറയുന്നത്. അപ്പോൾ അങ്ങനെ സബ്റ്റിലായിട്ട് ഇത് നടത്തി കൊണ്ടുവരികയാണ് ഈ പ്രാക്ടീസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പല ഈ ജപയോഗത്തിന്. ഇങ്ങനെ അവസാനം മനസ്സുകൊണ്ട് സ്മരണം മാത്രമാണ് ആ മന്ത്രം. അപ്പോൾ ആ സബ്റ്റിലായിട്ട് ഇറങ്ങാണ് പ്രാക്ടീസ് മന്ത്രത്തിൻ്റെ. അങ്ങനെ ഇറങ്ങി അതൊരു സ്മരണയായിട്ട് അങ്ങ് നിൽക്കുക. ഇങ്ങനെ പറയുന്നൊന്നുമില്ല, അതൊരു ലൈവ് സംഭവമായിട്ട് അങ്ങനെ നിൽക്കുക. അതിലങ്ങ് നിൽക്കുക, അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിലങ്ങ് നിൽക്കുക. അപ്പം വലിയ ഗ്രാസ് ലെവലിൽ നിന്ന് പ്രാക്ടീസ് വളരെ സബ്റ്റിൽ ലെവലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു സൂക്ഷ്മമായി. അതവിടെ ലൈവായിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ ലയിച്ച് നിൽക്കുന്നതിന് ഇൻ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. മനസ്സാസാനത്തിലായിരിക്കും. എന്താണോ മനസ്സിൽ വയ്ക്കുന്നത് അതല്ലേ മനസ്സ്. സമാധിയായിട്ടിരിക്കുകയല്ലേ ആ മന്ത്രത്തിൽ. മൈൻഡ് പോകില്ലല്ലോ സമാധിക്ക്. അത് അവസാനമല്ലേ പോകത്തുള്ളൂ. നമ്മൾ പറഞ്ഞ നിർവികൽപ്പ സമാധിയിൽ മൈൻഡിൽ ഡ്രോപ്പാവുന്നു. അതുവരെ മനസ്സുണ്ട്, വാസനകളൊക്കെ ഉണ്ട്. സൂപ്പർ കോൺഷ്യസ് ആണ് സ്റ്റേറ്റ്. ബട്ട് അതിന് സീഡ് കിടക്കും. ഒരു സീഡുണ്ട്, അത് കിടന്നാൽ അത് പൊട്ടി വികസിച്ച് വലുതായി വരാം. പിന്നെ അത് ദീർഘകാലം വർക്ക് ചെയ്ത് വരുമ്പോൾ ഓരോ സ്റ്റേജായിട്ട് മാറി ഡീപ്പായി വരും. ഇതേ കാര്യം തന്നെ ശ്വാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശ്വാസം പറഞ്ഞ് നേരത്തെ ആളെങ്ങനെ മൈൻഡ് ഒന്നാണ്. എന്തെങ്കിലും മതി, നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അടുത്തത് പുറത്തു. പറയുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാം. ഗ്രഹങ്ങൾ എടുക്കാം, ദേവി എടുക്കാം, ശബ്ദം എടുക്കാം, ബീജമന്ത്രം എടുക്കാം, അല്ലെങ്കിൽ വലിയ ബാലാമന്ത്രം എടുക്കാം, എന്തും എടുക്കാം. മെഡിറ്റേഷൻ ഇതെല്ലാം പറഞ്ഞിട്ട് സൂര്യനെ എടുക്കാം, ചന്ദ്രനെ എടുക്കാം, അല്ലെങ്കിൽ മനസ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുക്കാം. എല്ലാം എടുക്കാം. എന്തിനു നോക്കാം. ഗ്രഹങ്ങളെ എടുക്കാം, നക്ഷത്രം എടുക്കാം, സൂര്യനെടുക്കാം. അങ്ങനെ ഏതിനാണെങ്കിലും ടൂളായിട്ട് എടുത്തിട്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന കാര്യം നമുക്ക് കൂടുതൽ തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇടയുള്ള കാര്യങ്ങൾ എടുത്താൽ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഫർദർ തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു എടുക്കാം, ഒന്നെടുക്കാം. എടുത്തിട്ട് അതിൽ നിൽക്കാം. TM മന്ത്രം ഇങ്ങനെയല്ലേ സെലക്ട് ചെയ്യുന്നതല്ലേ?
പ്രത്യേകത്തിനൊന്നുമില്ലല്ലോ, ചുമ്മാ ജസ്റ്റ് പറഞ്ഞിട്ട് ചുമ്മാ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ മീനിങ്ലെസ് വേർഡായിരിക്കും. അതെ, ഇത് കൊടുക്കാം. അർത്ഥമുള്ള വാക്കുവാണെങ്കിൽ കൊടുക്കാം, ഇതാണെങ്കിൽ കൊടുക്കാം. അവർക്കൊക്കെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കിട്ടാം. അല്ലെങ്കിൽ പാടോ ഐഡിയയോ രൂപമോ ദേവതയോ സങ്കല്പങ്ങളോ എന്താണ്. TM പക്ഷേ വേർഡ് മാത്രമല്ലേ ഉള്ളൂ, അല്ല ഇമേജ് ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ല, ഒരുപാട് പക്ഷേ ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ. പിന്നെ അവർ പറഞ്ഞ സിദ്ധി പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഒരുപാടല്ല, ഓ സൂത്രത്തിലുള്ള വേർഡ്സ് എടുത്തിട്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ്